ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു എസ് വ്ളോഗ്. എന്തുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നോമ്പൊക്കെ ഇങ്ങനെ പോണേ ഭയങ്കര സുഖമുണ്ടല്ലേ, ചൂടും നോമ്പും എല്ലാം കൂടെ ഭയങ്കര രസമുണ്ട് സംഭവം. അനി ഇന്ന് എടുക്കാൻ പോണേ? ഞങ്ങളിങ്ങനെ ഒരുങ്ങി ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് 23ാമത്തെ നോമ്പാണ്, അഥവാ ബുധനാഴ്ചയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് എന്നാണ് നിങ്ങളടുത്തേക്ക് എത്തുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ഔഫിൻ്റെ സ്കൂളിൽ പോവാണ്. ഔഫ് ഇതുവരെ എത്തിയിട്ടില്ല, ഔഫിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോയപ്പം അവിടെ രണ്ടാളും കൂടി അവിടെ നിന്നാണ്, ഇസുട്ടിയും ഔഫും കൂടെ. അപ്പോൾ ഇനി ഒരു വരുന്നുണ്ട്, അത് വന്നിട്ട് നമുക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഇന്ന് സ്കൂളിൽ ഓപ്പൺ ഹൗസാണ്, അതിന് വേണ്ടിയിട്ടാണ് പോണത്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഔഫിൻ്റെ അവസാനത്തെ ദിവസമാണ് കേട്ടോ സ്കൂളിലുള്ള അവസാനത്തെ ദിവസം. മീൻസ് അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എക്സാം കഴിഞ്ഞ അന്ന്. ഇതിപ്പോൾ ഇനി അവന് അവസാനമായിരിക്കും ഈ ഒരു സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അവൻ അവിടുന്ന് സ്കൂളും ചേഞ്ച് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സാളെയും ടീച്ചേഴ്സിനൊക്കെ എടുക്കാൻ പറ്റിയാൽ എടുക്കുക, അത് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അവൻ്റെ സ്കൂളൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സ്കൂളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, കോട്ടക്കൽ പീസ് സ്കൂൾ പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയുന്ന സ്കൂൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ റമദാനിലെ വ്ളോഗൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റമദാനിലെ 2ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോട്ട് പോവാം. അവളിപ്പോൾ വരും, സമയം ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. 8:30ക്കാണ് മീറ്റിംഗ് തുടങ്ങുക, 12 വരെ ഉണ്ട് മീറ്റിംഗ്. മീൻസ് ഓപ്പൺ ഹൗസാണ്. നമുക്ക് ആ ഒരു 12:30ൻ്റെയും 8:30ൻ്റെയും ഇടയിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോവാം, അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, എൻ്റെ എക്സാം റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പോയോക്കട്ടെ. സത്യം പറയുകയാണെങ്കിൽ പേടിയുണ്ട് കേട്ടോ. കുട്ടികളെക്കാളും പേടി ഉമ്മാർക്കാണ് ശരിക്കും എക്സാമിൻ്റെ സമയത്തും എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ. അപ്പം എന്തായാലും പോയേക്കാം. എന്താടാ ഹാനിക്കുട്ടനക്ക് മാറ്റി നിന്നാൽ പിന്നെ പോകണം, അതാണ് ഓൻ്റെ പോളിസി. അപ്പോൾ പോവാത്തതിൻ്റെ സങ്കടമാണ്. എന്താണ് എന്തിനമ്മോട്ട് കരയണേ? ഇങ്ങോട്ട് എന്തിനാ കരയണേ? ചാല് പോവടാ, വരട്ടെ അഫുക്ക വരട്ടെ. അഫുക്ക് വന്നിട്ട് നമുക്ക് പോവാം. അഫുക്ക ഹാനിനെ കൊണ്ടേക്കോ. അഫുക്കത് വരണേ. നിങ്ങള് വന്നിങ്ങളല്ലേ ഇങ്ങോട്ട്? രണ്ടാൾക്കാരാണ് പോണേ. നടക്ക് ചുറ്റിയേ. ഭയങ്കര കയറ്റാണ് ഇവിടെ. അഫുവോ, അപ്പം ഇത് അവസാനത്തെ വരവാ പീസ് സ്കൂളിലത്തെ അവസാനത്തെ വരവ് അല്ലേ? അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങിയത് എന്താ വെച്ചാൽ അവിടെ ഫീ അടക്കാണ്ടായിരുന്നു, അതുകൊണ്ടാണ് താഴെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇവിടെ മേലെ പോയിട്ട് അവൻ്റെ ക്ലാസ്സിന് അവിടെ ആ ഒരു കോമ്പൗണ്ടിൽ പോയിട്ട് ഇറങ്ങാം. പക്ഷേ ഈ ഫീ അടക്കാനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഇറങ്ങി പിന്നെ മേലേക്ക് കയറി വരേണ്ടി വന്നു. അത് ശരിക്കും KG ബ്ലോക്കായിരുന്നു കേട്ടോ, താഴത്തെ ആ ഒരു സംഭവമൊക്കെ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലോട്ട് ഇനി ഇങ്ങനെ ഇതിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, അഥവാ അവൻ്റെ ടീച്ചേഴ്സിനെയും ഒന്ന്, പിന്നെ കുട്ടികളൊന്നും കണ്ടിട്ടുമില്ല. എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഒരു ഫ്രണ്ട്സ് പുറത്ത് കാണിക്കാത്തതാ. ഇന്നിപ്പോൾ ഒരു ഫ്രണ്ട്സാളെയും കണ്ടിട്ടില്ല കേട്ടോ, ആരെയും കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? ടീച്ചേഴ്സിനൊക്കെ ചില ടീച്ചേഴ്സിനെ കണ്ടു, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇതിലല്ല. അപ്പോൾ ഏതായാലും സ്കൂളെ വിടാം. സ്കൂളിനോട് വിട പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് ഒരു വരവ്. ഇനിയിപ്പോൾ TC വാങ്ങാൻ വരണം.
TCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രോഗ്രസ് കാർഡ്. ഈ ഒരു സ്കൂൾ നമ്മൾ മിസ് ചെയ്യാണ്. അപ്പോൾ 7 വർഷം അപ്പോൾ പറഞ്ഞമാതിരി 7 വർഷം പഠിച്ച സ്കൂളാണ്. LKG മുതൽ ഈ ഒരു അതിൻ്റെ ഇടയിൽ കൊറോണൻ്റെ സമയത്ത് 2 വർഷം മിസ്സായി. അപ്പം തന്നെ അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു സ്കൂളിലേക്ക് മാറുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. പിന്നെ ടീച്ചേഴ്സിനെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത് എത്രത്തോളം അവർ ഉൾക്കൊള്ളുന്ന അറിയില്ലല്ലോ. അവന് സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ മുഖത്ത് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല സങ്കടം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു സ്കൂളിൽ കാണാം അല്ലേ? അപ്പോൾ ബൈ ഏറ്റവും അതാ ഇതൊക്കെയുണ്ട്. കാണൊക്കെ ചെയ്യും, പക്ഷെ വരവുണ്ടാവില്ല. എപ്പോഴെങ്കിലൊക്കെ പറ്റിയാ വരാം. പോവാ നടക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക.